ഹലോ ഗായ്സ്. അപ്പം നമ്മുടെ അക്കോമഡേഷൻ സീരീസിന്റെ ലാസ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ 2 പാർട്ട് ചെയ്തു, ഇത് 3rd പാർട്ടാ. ഫസ്റ്റ് നിങ്ങൾ പോയി കണ്ടു നോക്കണം അക്കോമഡേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, എന്തൊക്കെ ശ്രദ്ധിക്കണം. സെക്കൻഡ് വീഡിയോ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഹൗസ് ടൂർ ആയിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റുഡന്റ് അക്കോമഡേഷൻ. നിങ്ങൾക്കെല്ലാം ഏറ്റവും പ്രയോജനം വരുന്ന ഇന്നത്തെ വീഡിയോ ആയിരിക്കും. സ്റ്റുഡന്റ് അക്കോമഡേഷൻ നമ്മളിപ്പോൾ കറന്റ് സ്റ്റേ ചെയ്യുന്നതും പിന്നെ സൂര്യസ്വാതി ഇനിയും എടുക്കാൻ പോകുന്ന അക്കോമഡേഷനും, അത് രണ്ട് അക്കോമഡേഷന്റെ ടൂർ നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങളെ കാണിക്കാല്ലേ, ഇവരുടെ ഇപ്പോൾ എടുക്കാൻ പോകുന്ന നമ്മളിവിടെ IQ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടൊരു അക്കോമഡേഷൻ ആണ്. ആ ഞങ്ങളുടെ പൂക്കി കേട്ടാ. ഒരു ഹായ് പറയൂ. അത് പൂക്കി. ഇതാണ് ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ ഫ്രണ്ട് ഗൈസ്. അപ്പോൾ ഏകദേശം 6 ഫ്ലോർ ഉണ്ട് തോന്നുന്നു. ഞങ്ങൾ ഉള്ളിൽ ചെന്നിട്ട് ഞങ്ങളുടെ റൂമൊക്കെ കാണിച്ചു തരാം. ഓക്കെ, So this one is the kitchen. ഇത് നമ്മുടെ കോമൺ റൂമായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, കോമൺ സ്പേസ് ആയിട്ട്. ഇൻ ദ ഫ്ലാറ്റ് TV, സോഫ. ഇവിടെ TV ഉണ്ട്, ഇവിടെ വിൻഡോ ഉണ്ട്, ഒരു സോഫ. TVയുടെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് സോഫ ഉണ്ട്. പിന്നെ ഒരു ഡൈനിങ് ടേബിൾ ആൻഡ് ചെയർ. ഇതെല്ലാം ഡ്രോവേഴ്സും അങ്ങനെയുള്ള ഇത് 5 പേര് ഷെയർ ചെയ്യുന്ന കിച്ചണാണ്. ഇവിടെ മൈക്രോവേവ് ഉണ്ട്, ഇതെല്ലാം. പിന്നെ ഇവിടെ അവൻ ഉണ്ട്. ക്ലീൻഡ് അല്ല സംഭവം, ഒരു റൂം. അതുകൊണ്ട് ഒരു വാഷ് ഏരിയ. ഇനി ഇത് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ ഇനി സ്പേസ്. അവിടെ ഫ്രിഡ്ജ്, ഇതാ ഫ്രിഡ്ജ്. താഴെ വന്നിട്ട് ഫ്രീസർ. ഓക്കെ, ഇവിടെ എല്ലാം നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള മൈക്രോവേവും ഉണ്ട്, ഓവനും ഇല്ല. ഓവനുണ്ട്, അതിപ്പം എല്ലാ സ്റ്റുഡന്റ് അക്കോമഡേഷനും കാണും. ഇതാണ് റൂം. ഒരു ബെഡ് ഉണ്ട്, വിൻഡോ, കബോർഡ് ഉണ്ട്, വിത്ത് ചെയർ ഉണ്ട്. ഇവിടെ ആയിട്ട് മിറർ വരുന്നുണ്ട്, ഫുൾ സൈസ് മിറർ. എക്സാക്ട് ഇതാ വ്യൂ വരുന്നത്. ബാത്റൂമിൽ വലിയൊരു എന്താ മിറർ, ഫുൾ സൈസ് മിറർ. അല്ല, ഫുൾ സൈസ് മിററല്ല, ലൈക്ക് ടോയ്ലറ്റ്. പിന്നെ ഇവിടെയും സാധനങ്ങൾ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. വാഷിംഗ് ഏരിയ. ഇത് വന്നിട്ട് കോമൺ റൂമാണ് ഇവിടുത്തെ. നമുക്കിവിടെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ലൈക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഫ്രീ ടു യൂസ് ആവും. ഒരു TV ഉണ്ട്, നമുക്ക് ഫ്രണ്ട്സുമായിട്ട് ചില്ല് ചെയ്യാനായാലും, അത്യാവശ്യം എന്താ ഗ്രൂപ്പ് സ്റ്റഡിക്ക് വല്ലതും ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതെല്ലാം കോമൺ ഏരിയ ആണ്. നമ്മളവിടെ അക്കോമഡേഷൻ വ്യൂ ചെയ്തു. എന്നിട്ട് നമ്മൾ ചെറിയൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാണ്. ആൻഡ് ബൈ ദ വേ നമ്മൾ ഒരു പാർക്കിൽ കയറി. അയ്യോ, ഷെഫീൽഡ് ഈസ് എ ബ്യൂട്ടിഫുൾ സിറ്റി ഗൈസ്. ഫുൾ പച്ചപ്പാണ്. പൂക്കി ആൻഡ് സൂര്യ അത് കറക്റ്റ് സ്കൂൾ കുട്ടി. മുടി സ്പൈക്ക്, കണ്ണാടി, ബാഗ്, ഷൂ. അതെ ഗൈസ്, ഈ സ്വാതി വഴിയൊക്കെയോ ഞങ്ങളെ കൊണ്ടുപോവാ. ഇത് പ്രൈവറ്റ് ഏരിയ ആണെങ്കിൽ നമ്മൾ കയറാൻ പാടില്ല. ഉണ്ട് ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ, സ്റ്റാർ റെസിഡൻസ്.
അയ്യോ ഇവിടെ ടാപ്പ് ചെയ്യാനാ കാർഡൊക്കെ വാങ്ങി. നമുക്ക് താഴെ ബേസ്മെന്റ് ഉണ്ട്, അവിടെ നമ്മുടെ കോമൺ കമ്മ്യൂണൽ ഏരിയാസ് ഒക്കെ ഉള്ള. ഇത് ലിഫ്റ്റ്. കണ്ടോ പേപ്പർ. നമ്മൾ 4th ഫ്ലോറിലാണ്, സ്വാതിയൊക്കെ 3rd ഫ്ലോറിലാണ്, ശ്രുതിയൊക്കെ 3rd ഫ്ലോറിലാണ്, ജോയലൊക്കെ 3rd. ശ്രുതി വന്നിട്ട് സി ബ്ലോക്ക് അല്ലേ? ബി ബ്ലോക്ക്. ഞങ്ങള് എ ബ്ലോക്ക്. ഇതിന് താഴെ ഉണ്ട്, ബേസ്മെന്റിലുണ്ട്. എല്ലാം കാണിക്കുന്നത് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോൺ. We have reached 3rd floor. ഇത് കഴിച്ചില്ലേ? അതുകൊണ്ടാ. നമ്മള് ശ്രുതിയുടെ ഫ്ലാറ്റ് ആണ് വ്യൂ ചെയ്യാൻ പോകുന്നത്. ഇവിടെ കേട്ടോ നമ്മുടെ ജോയലിന്റെ റൂം നേരെ കാണുന്നില്ല, എന്റെ തൊട്ടിപ്പുറത്താണ് ജോയലിന്റെ. നേരെ കാണുന്നതിന്റെ തൊട്ടിപ്പുറത്ത്. അവൻ അവിടെ ഇല്ല. ഓക്കെ, ഇത് ജോയലിന്റെ കിച്ചൺ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ദിസ് ഈസ് ജോയൽസ് കിച്ചൺ. ഇങ്ങനെ കേട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത്. ഇത് എത്ര പേര് ഷെയറിങ് ആടി? 6 അല്ലേ? 9 ഇല്ല, 7. 7 ആൾക്കാർ ഷെയറിങ് ആണ്. ഫ്രിഡ്ജ് വെച്ച് കാണിക്കാമേ. കണ്ടോ, ഇതിങ്ങനെ ഓരോരുത്തർക്ക് ഇപ്പൊ 2 എണ്ണം ഒരാൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. ഫ്രീസർ, അവൻ, ഇവിടെ ഡ്രോയേഴ്സ് ഉണ്ട്. ഇവിടെ ആൾക്കാർ ഒന്നും ഇല്ല കേട്ടോ, ഇവിടെ ആരും ഇല്ല. ഇപ്പൊ ജോയിലും വേറൊരു പെണ്ണും മാത്രമേ ഉള്ളൂ, പുതിയതായിട്ട് വന്ന പെൺകുട്ടിയാ, വേറെ ആരും ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഫ്രീ ആയിട്ട്. അത് മൈക്രോവേവ്. ഇത് മൈക്രോവേവ്, ഓവൻ, ഹോബ്. നമുക്ക് 2 സെറ്റ് ഉണ്ട്. ഇത് 7 പേര് ഷെയർ ചെയ്യുന്ന കിച്ചൺ, അതുകൊണ്ട് ഒരെണ്ണേ ഉള്ളൂ ഹോബ് വരുന്നത്. യൂസ് ചെയ്യുന്നത് കുറവാണ്. ഇതെല്ലാ കിച്ചണിലും ഇല്ല കേട്ടോ, ചില കിച്ചണിലും ഉള്ളൂ. ഇത് 4 എണ്ണം. ചിലപ്പോൾ 4 വർക്കിംഗ് ഒന്നും ആവത്തില്ല ചിലപ്പോൾ. അതൊരു പുതിയതായിട്ട് എടുക്കുമ്പോൾ എല്ലാം ശരിയാക്കി ആയിരിക്കും തരുന്നത്. പിന്നെ യൂസ് അനുസരിച്ചിരിക്കും ചീത്തയാവുന്നത്. ഇതെല്ലാം ഡ്രോയറാണ്. ഇതൊക്കെ ഷെയർ ചെയ്യുന്ന 2 എണ്ണം ഒരാൾ അങ്ങനെയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടെ സോഫ സെറ്റും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. വ്യൂ, ഇത് എ ബ്ലോക്ക്, ഇത് സി ബ്ലോക്ക്. ഇതിന്റെ അറ്റത്ത് ഇവിടെ കാണുന്ന നമ്മുടെ റൂം, ആ വീടുകൾ കാണുന്ന ഒരെണ്ണം നമ്മുടെ റൂമാണ്. അതെ, നല്ലപോലെ എന്റെ റൂം. ഓക്കേ, ലെറ്റ്സ് ഗോ ടു നമ്മള് ഫ്ലാറ്റ് തുറന്ന് കേറി പോയിക്കൊണ്ടിരിക്കും. കണ്ടോ എന്താ കാണിക്കുന്നത്? റൂം നമ്പർ 301. ഇവിടെ ടാപ്പ് ചെയ്തിട്ടാണ് കാർഡ്. ഇവിടെ 1 G വരെ, A to G വരെ ഉണ്ട്. 3 ഈ പാസേജ് കൊള്ളാല്ലേ? തണുപ്പുണ്ട്. 7 റൂമാണ് ഇവിടെ ഉള്ളത്. ആരുമില്ല, ശ്രുതിയുടെ റൂം തന്നെ. 5 മനോക്ക് അതല്ല ചെയ്യണ്ടേ. ഇപ്പൊ റൂമിനുള്ളിൽ ആരില്ലെങ്കിൽ നമ്മൾ പൊട്ടിയിലാണ്. പ്രേതങ്ങൾ തുണി മാറുന്നത് എന്തോ ചെയ്യും? അൺബോക്സ്. അപ്പൊ അതിനുള്ളിൽ നമ്മൾ വേറെ കാണിച്ചു തരാം. ഒരു പൂച്ചക്കുട്ടീനെ കാണിച്ചു തരാന്ന് വിചാരിച്ചായിരുന്നു. നമ്മൾ ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇതാണ് ശ്രുതി സൈജുവിന്റെ റൂം. അതെ, ഇത് നമ്മൾ വരുന്നതാണ്. പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ ഇട്ടാ. അല്ല, ഇതൊക്കെ എനിക്ക് ഉള്ളതാ. പക്ഷെ ഇവിടെ മിറർ. അവിടെ പോവാവോ? കാണിക്കാവോ? ബാത്റൂം കാണിക്കാവോ? എന്റെ അകത്ത് സ്റ്റഫ്. ബാത്റൂം കാണിക്കാവോ? അതാണ് നമ്മുടെ അലമാരി. യെസ്, അതെ. ഇവിടെ മിറർ എല്ലാവർക്കും ഇടണമെന്നില്ല അല്ലേ? അതെ. ബ്രൗൺ സെൻസിറ്റിവിറ്റിന് മിറർ കാണില്ല. പിന്നെ ബാത്റൂം കേറി വന്നിട്ട് തന്നെയാണ് ബാത്റൂം. ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇവിടെ ഒരു തട്ടുണ്ട് സാധനം വെക്കാൻ, വാഷ് ബേസ്. പിന്നെ ഇവിടെയാണ് നമുക്ക്. ഇതാണ് ഗൈസ് ശ്രുതി മോളുടെ കിച്ചൺ. സെയിം കിച്ചൺ നമ്മൾ ഷോയലിന്റെ കണ്ടില്ല, അത് തന്നെ. ഒരു ഹോബ്, എന്താണ് ഡിഷ് വാഷർ, മൈക്രോവേവ്, ഓവൻ, എല്ലാ സാധനങ്ങളും. ഫ്രിഡ്ജ്,
ശരി ഫ്രിഡ്ജ് അപ്പുറത്താട്ടോ, സോറി. ഇത് കബോർഡ്. പക്ഷെ കബോർഡ് കുറച്ച് ഡിഫറെൻറ്റാണ്. മറ്റേ നമ്മൾ അപ്പുറത്തെ അടുക്കളയിൽ ഇത് താഴെയല്ലേ, ഇത് കൂടുതൽ ഇങ്ങനെയും കൂടെ വരുന്നുണ്ട്. ഇല്ലു കബോർഡ് കൊണ്ടു. അങ്ങനെ മേളിൽ കബോർഡ്സ് വരുന്നുണ്ട്. ഇതാണ് ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് എല്ലാം സെയിം ആട്ടോ എല്ലായിടത്തും. ഫ്രീസർ താഴെ. എംറ്റി. ഇവിടെയൊക്കെ ആൾക്കാർ ഇപ്പം പോവുക, എല്ലാവരും ഇറങ്ങുന്ന ടൈമാണ്, പുതിയ ആൾക്കാർ വരുന്ന ടൈമാണ്, അതുകൊണ്ടെല്ലാം എംറ്റി ആണ്. അങ്ങനെ ഒരു കീ ഇട്ടിരിക്കുന്നുണ്ടോ? കീ എന്തിനാന്ന് നമ്മൾ പറയാട്ടോ. കീ നമ്മൾ എന്തിനാന്ന് കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. എല്ലാ ഫ്ലാറ്റിനും ഇങ്ങനെ ഒരു കീ കാണും. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു നമ്മുടെ റൂമിലേക്ക് ഇനി നമുക്ക് പോവാം. വ്യൂ നോക്കൂ ഗൈസ്. ഇത് 4th ഫ്ലോറാണ്, ഞങ്ങളുടെ ഫ്ലോറാണിത്. എൻ്റെ അക്ഷയുടെ 4th ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണിത്. ഞങ്ങൾ A402 അത് എഴുതിക്കുന്നത്, A401 to A403 സോൺ എയിലെ 4th ഫ്ലോറാണിത്. ഓക്കെ, അപ്പോൾ ലിഫ്റ്റ് ഇറങ്ങി വി ആർ ഗോയിങ് ലൈക്ക് ദിസ്. വരെ ക്യാമറ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്ലാറ്റിൻ്റെ അകത്തോട്ട് ക്യാമറാസ് ഇല്ല. ഇത് കണ്ടു, ഇത് A403 എന്ന് പറയുന്ന ഫ്ലാറ്റാണ്. ഇതിൻ്റെ അകത്തൊരു 9 റൂം കാണും, 9 അല്ലെങ്കിൽ 7 റൂം കാണും. ഓക്കെ, അപ്പോൾ ആ 7 റൂമിലും താമസിക്കുന്നവർക്ക് ഇവിടെ ആക്സസ് കാണും. പിന്നെ അവർക്ക് അവരുടെ റൂമിനും ആക്സസ് കാണും. അതായത് ഒരു കാർഡ് കൊണ്ട് 2 ആക്സസ്സാണ് ഉള്ളത്. ഒന്ന് ഈ 2 അല്ല, താഴെ റിസപ്ഷൻ്റെ ആക്സസ് ഉണ്ട്, ഇവിടുത്തെ ആക്സസ് ഉണ്ട്, പിന്നെ അവരുടെ റൂമിൻ്റെ ആക്സസ് ഉണ്ട്. അപ്പോൾ വേറൊരു ഫ്ലാറ്റിൽ ഇപ്പോൾ ശ്രുതിയോ ജോയിലോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇവിടെ ആക്സസ് കാണത്തില്ല, മനസ്സിലായോ? അവർക്ക് താഴെ മാത്രമേ ആക്സസ് കാണത്തുള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു 8-9 റൂംസ് കാണും. ഇതെന്ന് പറയുന്നത് ഒരു മറ്റേ ഈ റൂമാണ്, സ്റ്റുഡിയോ റൂമാണ്. അതായത് കിച്ചണും ഇതെല്ലാം കൂടെ കംപ്ലീറ്റ്ലി ഉള്ള ഒരു വീട് പോലത്തെ ഒരു റൂമാണ് ഈ റൂം. ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്ത് കയറണം. ഞാനിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ ആക്കി ഇട്ടുവെന്നേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. ഇവിടെ ഞങ്ങൾക്ക് 9 റൂമാണുള്ളത്. ഇത് A, B, C, D. ഇവിടെ മലയാളി ചേട്ടനാണ്, കിരൺ ചേട്ടൻ. കിരൺ ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഉണ്ടോയെന്നറിയില്ല. പിന്നെ ഇവിടെ ഇതാണ് നമ്മുടെ യോഗിയുടെ റൂം. യോഗി ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ വരുന്നത്. ഞങ്ങൾ 9 പേരുടെ കിച്ചൺ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കുറച്ച് അലമ്പാട്ടോ, ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഷിഫ്റ്റിങ്ങിൻ്റെ ഇത് നടക്കും, അതുകൊണ്ടാട്ടോ ഇത്ര ഇങ്ങനെ കിടക്കുന്നത്. എല്ലാവരും ഇവിടുന്ന് മാറാൻ ഞങ്ങളുടെ ഇത് കഴിയാറായി. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇത് അവിടുത്തെ കാണിച്ചില്ലേ, അതേ കൂട്ട് തന്നെ ഫ്രിഡ്ജും എല്ലാം, അത്രേ ഉള്ളൂ. ഇവിടെ ഉണ്ട്. ഇത് ഫയർ എക്സിറ്റ് ആണ്. പിന്നെ ഇത് റൂംസാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇതാണ് ഞങ്ങളുടെ ബാത്റൂം. കയറി വരുമ്പോൾ തന്നെ ബാത്റൂമാണ്. ബാത്റൂം ഞാൻ കാണിക്കുന്നില്ല, എല്ലാം സെയിം തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇവിടെ 3 തട്ട് വരുന്നുണ്ട്. ഇത് ശ്രുതിയുടെ ആള് മിസ്സിങ് ആയിരുന്നു, ഈ തട്ട്. ഇതൊക്കെ ഓരോ റൂമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വാർഡ്രോബ് പോലെ അല്ലേ. ഞങ്ങൾക്ക് വ്യൂ ഓപ്പോസിറ്റ് ബിൽഡിംഗ് ആണ്. അതെ, ഞങ്ങളുടെ വ്യൂ കുറച്ച് ശോകമാണ്. അപ്പുറത്തെ ബിൽഡിംഗ് ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഉണ്ട് ബോർഡ്. സൂക്ഷിച്ചു നോക്കൂ. ഇതില് അണ്ടർ ബെഡ് സ്റ്റോറേജ് ഉണ്ട്. ഇതിന്റെ അടിയിലാണ് ഞങ്ങളുടെ ബാഗ്സ് ഒക്കെ വെച്ച്. രണ്ട് ബാഗ് മാത്രമാണ് വെച്ചിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞു ബാഗ്. ബാക്കി വലിയ ബാഗും നമ്മൾ എപ്പോഴും എടുക്കാത്ത സാധനങ്ങളൊക്കെ ഇതിലിരിക്കുന്നു. ഓക്കെ, ഹാങ്ങേഴ്സ് ഉണ്ട്. ഹാങ്ങേഴ്സ് നമ്മുടെയാ. ഹാങ്ങേഴ്സ് ഇടാനുള്ള സംഭവം ബാഗ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ തട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു തട്ട് കാര്യങ്ങള്. മേളിലും കുറച്ച് സ്റ്റോറേജ്. 2 ലൈറ്റ്. ഈ ലൈറ്റ് ഇടയ്ക്ക് ബുദ്ധിമുട്ടാണ്, കാരണം ഇത് ഒറ്റ സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് ആ സ്വിച്ച് ഒന്ന് ഓൺ ആക്കി ഓഫ് ചെയ്ത്
രണ്ട് ലൈറ്റിന് ഒരു സ്വിച്ച്. അപ്പൊ നമുക്കിവിടെ കിടക്കുമ്പോഴാണെങ്കിൽ ഡയറക്റ്റ് കണ്ണിലടിക്കും. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് പോവാം. ബേസ്മെന്റിൽ നമുക്ക് എല്ലാ ഫ്ലാറ്റിലെ എല്ലാ മെമ്പേഴ്സിനും കുറച്ച് കോമൺ ആയിട്ടുള്ള ഏരിയാസ് അവിടെ ഉള്ളത്. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി. ഇതാണ് നമ്മുടെ ബേസ്മെന്റ്. അപ്പോ ഇവിടെ എഴുതിയിട്ടുണ്ടല്ല, എല്ലാവരും വായിച്ചു നോക്കിക്കോളൂ. അതൊന്നും വായിക്കാം. അതെ, ഇതാണ് ഇവിടെ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. ബി ഫോർ ബേസ്മെന്റ്. ഇത്രയും സംഭവങ്ങളെല്ലാം. ലോണ്ടറി ഉണ്ട്, ഗെയിംസ് റൂം ഉണ്ട്, അണ്ടർഗ്രൗണ്ടും ലുക്ക് അറ്റ് ദിസ്. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പ്രേമലൂലെ പോലെ ഒറ്റ തട്ട് തട്ടിയാ ഇത് താഴെ വീഴൂല. തട്ടി നോക്കിയായിരുന്നു. വീഴാറായ സാധനം കണ്ടോ, അതാരും തട്ടം നോക്കിയതാ, പക്ഷെ വീണില്ല. ഇവിടെ ഉണ്ട്, ഇവിടെ കോഴി വിട്ടാൽ നമുക്ക് ഈ ജെല്ലിയൊക്കെ. ഇതാണ് ലോണ്ടറി റൂം. CCTV ഇവിടെ വന്ന് നമ്മൾ സ്കാൻ ചെയ്ത് നമ്മൾ ഏത് വാഷിംഗ് മെഷീൻ ആണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് പേയ്മെന്റ് ചെയ്യാം. അപ്പൊ അത് എത്രയാ പേയ്മെന്റ്? ഓപ്പൺ ആവും അല്ലേ? 3 pound above ആവും ഏകദേശം. പിന്നെ ഡ്രൈ ചെയ്യുന്നതിന് സെപ്പറേറ്റ് വീണ്ടും കൊടുക്കണം. അത് നമ്മൾ ഏത് ഡ്രയറിലേക്കാണെന്ന് വെച്ചാൽ ആ നമ്പർ കൊടുക്കുക. പേയ്മെന്റ് രണ്ടും കൂടെ ഒരു 6 pound 7 pound ആവും അല്ലേ? 7 ഓൾമോസ്റ്റ് ആവും. 7 ഓൾമോസ്റ്റ് ആകും. അത് പിന്നെ നമുക്ക് പല ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ കൂടുതൽ ഇത് വാഷിംഗ് മെഷീൻ ആണ് താഴെ, എത്രയും ഡ്രയർ വേണ്ടേ 5 pound ഒക്കെ ഉണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് എക്കോ, എക്സ്ട്രാ വാഷ്, എക്സ്ട്രാ വാഷ് പ്ലസ് റിൻസ്. ഓക്കെ, ഇവിടേക്ക് നമ്മുടെ ബിൻ സ്റ്റോർ കണ്ടില്ലേ? ബിൻ സ്റ്റോർ അങ്ങോട്ട്, അത് നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് ജിം. ബാക്കി ജിമ്മിൽ ആരുമില്ല, അല്ലെങ്കിൽ ഇവിടെ കാണേണ്ടതാണ്. ജിമ്മ് സെറ്റപ്പ് ആണ് guys. ഇത് ഫ്രീ ആട്ടോ. ഇതാണ് സൂര്യയുടെ ഫേവറേറ്റ് സാധനം. ഇവിടെ താമസിക്കുന്നവർക്ക് ഇത് ഫ്രീ ആണ്. എന്റെ ഫേവറേറ്റ് ഞാൻ കാണിക്കാം. This is my favorite. എന്റെ കയ്യില് ബാക്കി സാധനം. എനിക്ക് ആ ബാക്കി സാധനം. ഇത് എന്റെ favorite. That's about gym. Okay, come. Excuse me. എനിക്ക് വാ. ഇവിടെ നോക്കൂ. അവൻ തുടങ്ങി. നമുക്ക് പോവാം. ഓക്കെ, ഇത് നമ്മുടെ കോമൺ റൂം അല്ലേ? കോമൺ റൂം ആണ്, പക്ഷെ ഇത് നമുക്ക് ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ആപ്പ് ഉണ്ട്, ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ക്ലിക്കിൽ നമ്മൾ ഇത്ര ഡേറ്റും ടൈമും സെലക്ട് ചെയ്യണം. അപ്പൊ അത്രയും നേരം നമ്മുടേതായിരിക്കും ഇത്. ഇവിടെ ഞങ്ങള് TV കാണാനും ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനും സിനിമ ഇതിനൊക്കെ വരുന്നേ. ഇവിടെയാണ് TV. ബുക്ക് ചെയ്തില്ല. ബുക്ക് ഇതാണ് TV റൂം. ഇത് ബുക്ക് ചെയ്യണം. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ. TV റൂം എന്ന് പറഞ്ഞാൽ ലൈക്ക് തിയേറ്റർ പോലെയാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ട് താഴെ ചെന്ന് പറയണം നമുക്ക് ബുക്കിംഗ് വേണം. അപ്പൊ ആ റിസപ്ഷനിസ്റ്റ് ഇവിടെ നമുക്കിത് തുറന്നു. ഇതൊക്കെ ഓരോ ഫ്ലാറ്റ് ആണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഫ്ലാറ്റാ. ഇത് മെയിൻലി ആക്സസിബിലിറ്റി നീഡ്സ് ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ താഴത്തെ ഫ്ലാറ്റ്സ്. ഇതാണ് മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ താക്കോല് കാണിച്ചോ പറഞ്ഞില്ലേ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് കാണിക്കാന്ന്. അത് ഇതാണ്. നമ്മൾ എല്ലാ ഫ്ലാറ്റിനും ലെറ്റർ ബോക്സ് വരുന്നത് ഇവിടാണ്. നമ്മൾ ആ മേളിൽ കണ്ട കിച്ചണിൽ കണ്ട താക്കോൽ എടുത്തിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കാൻ പറ്റുന്നത് ലെറ്റർ ഉണ്ടോന്ന്. പിന്നെ അല്ലാത്ത ആമസോൺ പാഴ്സൽ വലിയ വലിയ പാഴ്സൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് ക്ലിക്ക് ആപ്പിൽ വരും. നിങ്ങൾക്കൊരു പാഴ്സൽ വന്നു, നിങ്ങളുടെ കോഡ് ഇത്രയാണ്. അപ്പം അത് പോയി താഴെ പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് തരും. ലെറ്റേഴ്സ് ഇവിടെയും വരും. സ്റ്റഡി റൂം ഇതാണ് സ്റ്റഡി റൂം. സ്റ്റഡി റൂമിന്റെ ആംബിയൻസ് അധികം നന്നായിട്ടുണ്ട് അല്ലേ? ഇവിടെ ഇരിക്കാൻ. ഇവിടെ ഇരുന്ന് തന്നെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അക്കോമഡേഷന്റെ. ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ യൂനോ കളിക്കുക. അതെന്താടാ? ഇനി കേറാൻ പോന്നെയാണ് ഗെയിംസ് റൂം. ആരെങ്കിലും ഉണ്ടോടാ? ആളുണ്ടോ? ഓക്കെ, ഗെയിംസ് റൂമില് നമ്മള് ഐ തിങ്ക് എന്തൊക്കെ ഉണ്ട് അവിടെ? ഗെയിംസ് റൂമിൽ കുറച്ച് ഗെയിംസ് പേരെനിക്ക് അറിയത്തില്ല. പിന്നെ ഒരു TV ഉണ്ട്. TV ഉണ്ട്. അവിടെ ഡാൻസ് പ്രാക്ടീസിന് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ കോമൺ ആയിട്ട് ഈ ഫ്ലാറ്റിലുള്ള ആർക്കും ആണെങ്കിലും
യൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിസെക്സ് ആയിട്ടുള്ള ഒരു വാഷ് ഏരിയ ഉണ്ട്. ഇവിടെ അങ്ങനെ ഈ എനിക്കൊന്ന് കോമൺ റൂംസും TV റൂമും ഒക്കെ യൂസ് ചെയ്യാൻ വരുന്നവരായിട്ട് മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ബി ബ്ലോക്കിലോട്ട് പോകാനുള്ള ഡോറായിരുന്നു. ആണ് നമ്മുടെ ഗെയിംസ് റൂം വന്നിട്ട് ഇവിടെ ഈ കാണുന്ന ഒക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ TV ഉണ്ട്. ലൈക്ക് നൗ ബിൻ സ്റ്റോറിലോട്ട് നമ്മൾ പോകുന്നത്. ബിൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിലെ വേസ്റ്റ്, അടുക്കളയിലെ വേസ്റ്റ് ഇതെല്ലാം നമ്മൾ താഴെ കൊണ്ട് ഡംപ് ചെയ്യും. ഈ റൂമിലെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തിനാ കാണിക്കുന്നത്? അങ്ങോട്ട് കാണിക്കും. പിന്നെ നല്ല സാധനങ്ങളൊക്കെ ഇസ് ദ ബിൻ സ്റ്റോർ. നമുക്ക് ഇവിടെ കൂടെ പോണേ, പോയിട്ട് പോവാം. ഓക്കെ. ബിൻ സ്റ്റോർ തള്ളി തുടർന്ന് നാഗവല്ലി. ഇതൊക്കെ പറ്റിയ റൂമാണ് ഗൈസ്, അതുകൊണ്ടാണ് ഇവരെ വെൽക്കം ചെയ്തത്. വേസ്റ്റുകൾക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന ആള് തന്നെ ഉണ്ട്. പിന്നെന്തിനാ നമ്മള് ഇനി നമ്മൾ മൂക്ക് പോത്തേണ്ട സമയമാണ്. വലിയ സ്മെല്ലില്ല, വലിയ സ്മെല്ലുണ്ട്. ഭയങ്കര സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. നാട്ടിലെ അതിന്റെ പകുതി വരത്തില്ല. വേസ്റ്റ് കാണിച്ചു കൊടുക്കണോ? നമ്മൾ അവിടുന്ന് ബാഗ് എടുത്തോണ്ട് വരിക, ഇവിടെ കൊണ്ട് ഡംപ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അതെ ഗൈസ്, നമുക്ക് നിൽക്കാൻ വയ്യ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വെളിയിലെത്തി. നമുക്ക് ആകെയുള്ള ഔട്ട്ഡോർ ഇതാ. നമ്മുടെ ഫ്ലാറ്റ് അവിടെയാണ്, 4th ഏറ്റവും മണ്ടയ്ക്ക്. ഇവിടെ ഇന്ന് ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ 4th ഫ്ലോർ വരെ കേക്ക്. ഞങ്ങൾക്ക് എന്നും രാത്രി ഒച്ച കേൾക്കാം. ഒത്തിരി മലയാളികളുണ്ട് കേട്ടോ. ഇപ്പൊ ഒത്തിരി മലയാളികൾ ഇപ്പോഴും ഉണ്ട്, ഇപ്പൊ വരാൻ പോകുന്നുണ്ട്. ഈ ഒരു വർഷത്തിൽ ഇഷ്ടം പോലെ വരും. എല്ലാവരും ഞങ്ങളുടെ പേപ്പർ വർക്ക്സിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. രാത്രി ഇവിടെ മലയാളം പാട്ട്, ഹിന്ദി പാട്ടൊക്കെ വെച്ച് അപ്പൊ ഞങ്ങൾ എൻജോയ്. ഇവിടെ ഭയങ്കര എക്കോ ഇവിടെ സംസാരിച്ചാൽ കേൾക്കാം. ഹലോ എന്ന് ഉറക്കെ പറഞ്ഞു. ഹലോ പയ്യെ പറഞ്ഞ നല്ല ഒക്കെ എക്കോ കേൾക്കാൻ പറ്റും. ഇവിടെ ആൾക്കാരിപ്പോൾ അതാ പിന്നെ അങ്ങോട്ട് അധികം എടുക്കാത്ത. ഞങ്ങളിവിടെ വന്നിരിക്കാറില്ല ഗൈസ്. ഇത് വേറെ ഫ്ലാറ്റിലോട്ട് പോകുന്ന സൈഡ്. എന്താ മോനെ ക്ഷീണിച്ചു? സ്മോക്കിംഗ് ഏരിയ ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതുവഴി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ. ഇത് നമ്മുടെ ബാക്ക് ഡോറാണ്. ഇത് ബാക്ക് ഡോറാണ്. പക്ഷെ ബാക്ക് ഡോറും ഉണ്ട്, സൈഡ് ഡോറും ഉണ്ട്. ബാക്ക് ഡോറിൽ നമുക്ക് വെളിയിൽ നിന്ന് ടാപ്പ് ചെയ്ത് കയറാൻ പറ്റത്തില്ല. പക്ഷെ സൈഡ് ഡോറിൽ ബി ബ്ലോക്കുകാർക്ക് എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ നിന്നല്ലാതെ പിന്നീട് സൈഡിൽ നിന്ന് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ബി ബ്ലോക്കുകാർക്ക് മാത്രമാണ് അല്ലേ? ABC ബ്ലോക്കാണ് മെയിനായിട്ടുണ്ട്. CDE വരെ ഉണ്ട്. ഈ വരെ ഉണ്ടല്ലേ? അതെ അതെ. സോ ആദ്യം അതുവഴി വേണ്ടി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം ഏത് വഴി വേണമെങ്കിലും. പക്ഷെ ഇവിടെ പുഷ് ബട്ടൺ ഉണ്ട്. പക്ഷെ അകത്തോട്ട് കയറണമെങ്കിൽ നമുക്ക് താഴെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അല്ല, കാർഡ് വേണം. എവിടുന്ന് കയറിയാലും കാർഡ് വേണം. പക്ഷെ നമുക്ക് ഇവിടുന്ന് കാർഡ് ടാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഫ്രണ്ടിൽ നിന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബി ബ്ലോക്കുകാർക്ക് സൈഡിലൊരു ഡോർ ഉണ്ട്. ഇതേപോലെ ഇത്രയും വലുതല്ല, ചെറിയ. അപ്പോൾ നമ്മളിത് വഴി അടുത്ത സോണിലോട്ട് കയറുക. നമ്മൾ ABC കണ്ടു. A ആയിരുന്നു ഞങ്ങളുടെ, B ആയിരുന്നു ജോയലിൻ്റെ, C ആയിരുന്നു ശ്രുതിയുടെ. നമ്മളിപ്പോൾ Eയിലെത്തി. എന്നാ വഴിയുണ്ടോ? ഓ ഡെഡ് എൻഡ് ആണോ? സോറി, അവിടെ ഒന്നും ഇല്ല കേട്ടോ. നമുക്കാരും ഇല്ല. ഇവിടം വരെ നമുക്ക് വരാമെന്നേ ഉള്ളൂ. ഓ, ഈ വീഡിയോ എന്തിയാ? യെസ്. സൂര്യ ബൈ പറ. ബൈ, സീ യു സതി ബൈ. ടുമോറോ. ബൈ ബൈ, സീ യു.